ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും, നമസ്കാരം. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് ഒരു ചെറിയൊരു വ്ളോഗായിട്ടാണ്. ചെറുതെന്ന് പറയാൻ പറ്റില്ല, അത്യാവശ്യം വലുത് തന്നെയാണ്. അപ്പോൾ ഈ വ്ളോഗ് പാർട്ടായിട്ട് ഞാൻ കാണിക്കുന്നത് ഇതൊരു പ്രതീക്ഷിക്കാത്തൊരു ട്രിപ്പ് കൂടിയാണ്. ഒട്ടും പ്രതീക്ഷിച്ചിട്ടില്ല ഇങ്ങനൊരു ട്രിപ്പ് പോകുന്നുള്ളത്. അപ്പോൾ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പ് എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കുഞ്ഞ് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക. പ്രതീക്ഷിക്കാത്ത വ്ളോഗ് എന്ന് പറഞ്ഞത് ഞാൻ എൻ്റെ ബ്രദറിലോയും വൈഫും അവർ ട്രിപ്പ് പോയിരുന്നതാണ് മൂന്നാറിലോട്ട്. അപ്പോൾ അവിടെ ചെന്നപ്പോൾ ഇവർ നിൽക്കുന്ന റിസോർട്ടിലും ഒരു ഭാഗത്തൊക്കെ ആരും തന്നെ ഇല്ല. ആ റിസോർട്ടിൽ ആരുമില്ല, ഇവർ മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പോൾ അവർ വിളിച്ചിട്ട് പറഞ്ഞു, ഇങ്ങോട്ട് വായു, ഇവിടെ നല്ല രസമാണ്, ക്ലൈമറ്റും നല്ല തണുപ്പാണ്. അപ്പോൾ ഞങ്ങളെല്ലാവരും കൂടെ പ്ലാൻ ചെയ്ത് പോയി. അപ്പോൾ ഈ റിസോർട്ടിലേക്ക് പോകുന്ന കാര്യങ്ങളും അവിടുത്തെ വിശേഷങ്ങളൊക്കെ നിങ്ങളെയും കൂടി ഒന്ന് കാണിക്കാമെന്ന് വിചാരിച്ച്. അപ്പോൾ അതാണ് ഈ വ്ളോഗിൽ കാണിക്കുന്നത്. അപ്പോൾ ഇൻഷാ അല്ലാ അവിടെ എത്തുന്ന വരെയുള്ള കാര്യങ്ങൾ നമുക്ക് ഒന്നിച്ചിരുന്ന് കാണാം. അപ്പോൾ യാത്ര ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ സ്ഥലങ്ങളുടെ പേരൊന്നും എനിക്ക് കറക്റ്റ് അറിയില്ല കേട്ടോ, ഇതേത് സ്ഥലമാണെന്നൊന്നും എനിക്കറിയില്ല. അപ്പോൾ ഈ പാലം കണ്ടപ്പോൾ ജസ്റ്റ് നല്ല രസമുണ്ട്. അപ്പുറം ഇപ്പുറം പുഴയായിട്ട് സൈഡിൽ മലയൊക്കെ ആയിട്ട് നല്ല രസമുണ്ടായിരുന്നു. അപ്പോൾ ഈ പാലത്തിൻ്റെ പേര് ആർക്കെങ്കിലും അറിയുന്നില്ല കമൻറ്റിൽ പറയണം കേട്ടോ. പിന്നെ എന്താ പറയുക, നല്ലൊരു ഫീലാണ്. പ്രകൃതിയിൽ കൂടെ പോകുന്നൊരു ഫീല് മറ്റൊന്നിനും കിട്ടില്ല. അപ്പം അത്രയ്ക്ക് നല്ല ഫീലായിരുന്നു. A few moments later. അപ്പോൾ ഈ ഒരു സീനറി കണ്ടപ്പോൾ ഞങ്ങൾ വണ്ടി നിർത്തി. അപ്പോൾ അവിടെ കുറേ ചേച്ചിമാർ തേയിലയൊക്കെ നുള്ളുന്നുണ്ടായിരുന്നു. അപ്പോൾ അതൊക്കെ കണ്ടപ്പോൾ നല്ല രസമല്ലേ. അപ്പോൾ അതൊക്കെ മക്കളൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വണ്ടി നിർത്തി. അവർക്കൊക്കെ ഇതൊക്കെ ആദ്യമായിട്ട് കാണുന്ന അനുഭവമല്ലേ. അപ്പോൾ അവരൊക്കെ അതൊക്കെ കാണിക്കാൻ വേണ്ടിയിട്ട് ഞങ്ങൾ നിർത്തിയിട്ടുണ്ട്. അപ്പോൾ നല്ല സീനറി എന്ന് വെച്ചാൽ ചുറ്റും നല്ലൊരു സീനറി ആയിരുന്നു. അപ്പോൾ കുറച്ച് ഷൂട്ട് ചെയ്തു, ഫോട്ടോസൊക്കെ എടുത്തു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ വണ്ടി എടുത്ത് പോവാണ്. അപ്പോൾ ഇനി കുറച്ചും കൂടി ഉള്ളൂ നമ്മുടെ റിസോർട്ടിലെത്താൻ വേണ്ടിയിട്ട്. അങ്ങനെ നമ്മൾ റിസോർട്ടിലെത്തി. അൽഹംദുലില്ലാ നല്ലൊരു വ്യൂ ആണ്, ചുറ്റിനും കാണാൻ നല്ല രസമാണ്, നല്ല തണുപ്പുണ്ട്. കോടയൊക്കെ ഇങ്ങനെ ഇറങ്ങി വരുന്ന ടൈം പോലെ തന്നെ. ഇപ്പോഴും ഉച്ചയായിട്ടുള്ളൂ, ഞാൻ പറഞ്ഞില്ലേ 2:30 2:45 ആ ടൈമിലാണ് ഞങ്ങളവിടെ എത്തിയത്. പക്ഷേ നല്ല തണുപ്പ് ഇപ്പോഴും ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ അനിയനും വൈഫും ഞങ്ങളെ കാത്ത് നിൽക്കുകയാണ്.
അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ബാക്കിലാണ് നമ്മൾ താമസിക്കുന്ന റിസോർട്ടുള്ളത്. അപ്പോൾ അങ്ങോട്ട് പോയിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഈ റിസോർട്ടിൻ്റെ ബാക്കിലും സൈഡിലൊക്കെ ഓറഞ്ചിൻ്റെ മരങ്ങളുണ്ട് കേട്ടോ. ഞാൻ കാണിച്ചു തരാം. ആ കാണുന്നതാണ് ഓറഞ്ചിൻ്റെ മരങ്ങളൊക്കെ. ഇതൊക്കെ ഞങ്ങൾ പൊട്ടിച്ച് തിന്നു. നല്ല പുളിയായിരുന്നു. ഇത് ക്യാമ്പ് ഫയർ ചെയ്യുന്ന സെറ്റപ്പ് കൂടി ഉണ്ട്. ഇതാണ് നമ്മൾ താമസിക്കുന്ന വില്ല. ഫാമിലി വില്ലയാണ്. ഇതിൽ 3 ബെഡ്റൂമാണ് ഉള്ളത്. അപ്പോൾ നമുക്ക് ഇനി ഇതിൻ്റെ ഉള്ളിലോട്ടുള്ള കാഴ്ചകളൊക്കെ കാണിച്ചു തരാം. ഈ ബെഡ്റൂമിൽ നിന്ന് പുറത്തേക്ക് നോക്കുമ്പോഴുള്ള വ്യൂ ആണ് ഈ കാണുന്നത്. അതിൻ്റെ തൊട്ടപ്പുറത്താണ് രണ്ടാമത്തെ ബെഡ്റൂം ഉള്ളത്. ഒരു ഈവനിങ് ടൈം ആകുമ്പോഴൊക്കെ ഈ സ്ഥലമൊന്നും കാണാൻ പറ്റില്ല. അതാണ് ഇപ്പോഴേ തന്നെ ഷൂട്ട് ചെയ്യുന്നത്. കുറച്ച് കഴിയുമ്പോൾ കോട ഫുള്ള് ഇറങ്ങിയിട്ട് ഇവിടെയൊക്കെ ആകെ മൂടിക്കെട്ടിയിരിക്കുള്ളൂ. അതാണ് ഇപ്പം തന്നെ ഷൂട്ട് ചെയ്തത് വന്നപ്പോൾ തന്നെ. അപ്പോൾ ഫുഡൊക്കെ കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പുറത്തോട്ടൊന്ന് ഇറങ്ങിയാണ്. ജസ്റ്റ് ഒന്ന് നടന്നു പോയിട്ടുണ്ടെങ്കിൽ അപ്പുറത്ത് തന്നെ വാട്ടർഫോൾസ് ഉണ്ടായിരുന്നു പറഞ്ഞു. അപ്പോൾ അങ്ങോട്ടേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് എല്ലാവരും കൂടെ. അപ്പോൾ ഞാൻ പറഞ്ഞില്ലേ കോട പതുക്കെ ഇറങ്ങാൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോഴത്തെ ഭാഗങ്ങളൊന്നും കാണുന്നില്ല കോട ഇറങ്ങിയിട്ട്. ഇതാണ് വാട്ടർഫോൾസ് എന്ന് പറഞ്ഞത്.
അപ്പോൾ ഒരു പാലം പോലെ ആയിട്ട് അതിൻ്റെ അടിയിൽ കൂടെ വെള്ളം ഇങ്ങനെ വരുന്നുണ്ടായിരുന്നു. നല്ല രസമുണ്ട് കേട്ടോ അവിടെയൊക്കെ കാണാനായിട്ട്, നല്ല സീനറി ആയിരുന്നു. അപ്പോൾ ഇതാണ് ഞങ്ങളുടെ ഈവനിങ് വരെയുള്ള വിശേഷങ്ങൾ. അപ്പോൾ നൈറ്റിൽ ഞങ്ങൾ ക്യാമ്പ് ഫയർ ഒക്കെ ചെയ്തു കേട്ടോ. അതൊക്കെ ഞാൻ നെക്സ്റ്റ് വീഡിയോയിൽ കാണിക്കുന്നതായിരിക്കും. അപ്പോൾ ഇൻഷാ അല്ലാഹ്, അപ്പോൾ എൻ്റെ ഈ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. പിന്നെ എൻ്റെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് കേട്ടോ. നിങ്ങളുടെ എല്ലാവരും സപ്പോർട്ട് ഇനിയും ഉണ്ടാവുമെന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പോൾ ബൈ.